1996 പുറത്തിറങ്ങിയ ഒരു ചിത്രത്തോടു കൂടി നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യക്ക് തന്നെ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു നടിയെ കിട്ടി. അതാണ് മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി അഭിനയിച്ച ആദ്യത്തെ സിനിമ സല്ലാപം റിലീസാവുന്നത് 1996ലാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 23 വർഷമായിട്ടുണ്ടാവും. ഇതിൻ്റെ ഡയറക്ടർ സുന്ദർദാസ് സാറാണ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കിരീടം ഉണ്ണി സാറാണ്. അതുപോലെ ദിലീപ് മഞ്ജു വാര്യർ പെയർ എന്ന് പറയുന്നത് ജനങ്ങൾ ഇത്രത്തോളം ആക്സെപ്റ്റ് ചെയ്ത ഒരു മൂവി വേറെ ഉണ്ട് എന്ന് തോന്നുന്നില്ല. അവിടുന്നാണ് ആ ഒരു പെയറിനെ ജനങ്ങൾ ഇത്രത്തോളം ഹൃദയത്തിലേക്ക് ഏറ്റിയത്. നമുക്ക് കിരീടം ഉണ്ണി സാർ ഈ സിനിമയുടെ പിന്നണിയിലെ വിശേഷങ്ങളെ പറ്റി നമ്മളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ വന്നിട്ടുണ്ട്. കേട്ടോക്കാം. ഒറ്റപ്പാലത്ത് ഞാൻ സാദരം എന്നുള്ളൊരു ചിത്രത്തിൻ്റെ നിർമ്മാണ സമയത്തായിരുന്നു. അന്ന് കഥ എന്ന് പറഞ്ഞൊരു മാഗസിൻ യാദൃശ്യം ഞാനും ലോഹിയൊക്കെ താമസിക്കുന്ന ഹോട്ടലിൽ കഥ എന്നുള്ളൊരു മാഗസിൻ കിടന്നു. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജിൽ മഞ്ജു വാര്യറുടെ കലാതിലകമായിട്ട് കിട്ടിയതിന് ശേഷമുള്ള ഒരു ഫോട്ടോയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ അന്ന് ലോഹി അതെടുത്തിട്ട് പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മൾ ഒരു മറ്റേ ടീനേജ് ലവ് സബ്ജക്റ്റ്, അപ്പോൾ അതിന് ഈ പെൺകുട്ടി നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്കും മഞ്ജു വാര്യർ അല്ലാതെ. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയെ തന്നെ നമുക്ക് ഇപ്പോഴേ പറഞ്ഞു വയ്ക്കാമെന്ന് പറഞ്ഞു. അല്ല, വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാധയ്ക്ക് എത്രമാത്രം അഭിനയ പക്വത ഉണ്ടാവുമെന്ന് വെച്ചാൽ മഞ്ജു വാര്യന് എത്ര അഭിനയ പക്വത ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും കലാതിലകമായിട്ട് വന്നൊരു കുട്ടിയാണ്. വെച്ചാൽ ഡാൻസിൻ്റെ പശ്ചാത്തലമുണ്ട്. ആ ഡാൻസിൻ്റെ പശ്ചാത്തലമുള്ള ഒരു കുട്ടിക്ക് ഏത് അഭിനയ മുഹൂർത്തവും വളരെ ഭംഗിയായി ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് മഞ്ജുവിനെ അതിൽ കാസ്റ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങളെയൊക്കെ അതിശയിപ്പിച്ചുകൊണ്ടാണ് ഓരോ സീനും മഞ്ജു പെർഫോം ചെയ്തിട്ടുള്ളത്.